ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP പ്രതികരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചും യാതൊരു പാക്കേജുകളോ മറ്റു കാര്യങ്ങളോ പ്രഖ്യാപിച്ചിട്ടില്ല. ബഡ്ജറ്റ് ഡോക്യുമെന്റ്സിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കേരളത്തിന് ലഭ്യമായിട്ടുള്ള സാമ്പത്തിക വിഹിതത്തെ സംബന്ധിച്ചും അനുബന്ധ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി വിലയിരുത്താൻ കഴിയും. പക്ഷേ ലഭ്യമായ വിവരമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള കനത്ത അവഗണനയും അതുപോലെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടുമാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി സ്ഥാപനങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ കണ്ടത് ബീഹാർ സംസ്ഥാനവും ആസാം സംസ്ഥാനം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത് ആന്ധ്രയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ബീഹാർ സംസ്ഥാനത്ത് ഒരു യൂണിയൻ ബഡ്ജറ്റ്, രാജ്യത്തിന്റെ ഒരു പൊതു ബഡ്ജറ്റ് ഈ രൂപത്തിൽ വരാനിരിക്കുന്ന ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് തന്നെ ബഡ്ജറ്റിന്റെ ശോഭയെ കെടുത്തുന്നതാണ്. അത് സങ്കുചിതമായ ഇലക്ടറൽ തെരഞ്ഞെടുപ്പ് താല്പര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP ഈ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാര്യം ഞാൻ സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നു, മധ്യവർഗ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 7 ലക്ഷം രൂപയിൽ നിന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി മാറുന്നത്. മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം 7.5 ലക്ഷം എന്നതിൽ നിന്നിപ്പോൾ 12 ലക്ഷത്തിലേക്ക് ഈ ആദായ നികുതി സ്ലാബ് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളെ സംബന്ധിച്ച് ഇത്രയേറെ കൃഷിക്കാർ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മിനിമം സപ്പോർട്ട് പ്രൈസിനെ സംബന്ധിച്ചോ അതുപോലെ മൻരേഗയുടെ വേതന വർധനവിനെ സംബന്ധിച്ചോ അംഗൻവാടി ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ലോവർ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചോ ഒന്നും തന്നെ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ സാലറീഡ് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ആദായ നികുതി പരിധി ഒഴിവാക്കിയതോടുകൂടി ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക്, സാലറീഡ് ക്ലാസ്സിലുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്ന വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ക്രിയാത്മകമായ പദ്ധതികളോ പരിപാടികളോ ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേന്ദ്ര ഗവൺമെന്റ് തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ കുറഞ്ഞു 3.2% കുറഞ്ഞു, 6% നിന്ന് 3.2% കുറഞ്ഞു എന്ന് സാമ്പത്തിക സർവേയിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സാമ്പത്തിക വളർച്ച അതിനനുരോധമായി ഉണ്ടാകുന്നില്ല. തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ച 7% നിന്ന് താഴെയായി 6.4% കുത്തനെ കുറയുകയാണ് ചെയ്യുന്നത്. ഇതും ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായ നികുതി നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണെങ്കിൽ പോലും രാജ്യത്തിന്റെ ദീർഘകാല വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേകിച്ചും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ള, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പ്രൊമോട്ട് ചെയ്യാനും ഉതകുന്ന പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പയർവർഗ്ഗങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ഒഴികെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളമടക്കമുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പദ്ധതിയും ഒരു നൂതന സംരംഭവും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. അത് ആവർത്തിച്ച് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ചിറ്റമ്മ നയം തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെത് എന്നാണ് ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഈ ബജറ്റ് ബീഹാർ ബജറ്റ് എന്ന ആക്ഷേപം രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. സാധാരണക്കാരായ ആളുകളെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നില്ല. അതായത് നികുതി ഘടനയിൽ വന്നിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ ആദായ നികുതി സ്ലാബ് പരിധി ഉയർത്തി എന്നതിനപ്പുറത്തേക്ക് താഴെ തട്ടിൽ ഉള്ളവർക്ക് ജനക്ഷേമപരമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ല എന്ന വിമർശനം കൂടി നിലനിൽക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവകാശവാദം എന്നത് വരാൻ പോകുന്നത് 12 ലക്ഷമായി ആദായ നികുതി പരിധി ഉയർത്തിയിട്ടുണ്ട് എന്നതാണ്. അത് സംബന്ധിച്ച ബജറ്റ് പ്രഖ്യാപനത്തിലേക്ക് ഒരിക്കൽ കൂടി I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees.
1 lakh per month other than the special rate income such as capital gains under the new regime. This limit will be 12.75 lakh for salaried taxpayers due to the standard deduction of 75,000. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റിന് എത്ര മാർക്ക് എന്ന് പരിശോധിക്കാം. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ശാർഗധരൻ, IT വിദഗ്ധൻ ശ്രീ എൽദോ ചിറക്കച്ചാലിൽ, ഓഹരി വിപണി വിദഗ്ധൻ ശ്രീ പ്രിൻസ് ജോർജ്, എക്കോണമിസ്റ്റ് ബിനു ജോസഫ് എന്നിവരാണ്. ആദ്യം ശ്രീ ശാർഗധരൻ, താങ്കളുടെ നിരീക്ഷണത്തിൽ ഈ 12 ലക്ഷം എന്ന ഒരു പ്രഖ്യാപനം അത് ഞെട്ടിക്കുന്ന ഒന്നാണോ? ഞാനത് പറയുന്നത് ഇങ്ങനെയാണ്. ബഡ്ജറ്റ് തുടങ്ങിയപ്പോഴേ തന്നെ മന്ത്രി പറഞ്ഞത് 4 വിഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ക്ഷേമം ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. 1 യുവാക്കൾ, 2 ഇടത്തരം വരുമാനക്കാർ, 3 കർഷകർ, 4 ഈ മറ്റ് ഇവിടെ നിൽക്കുന്ന മറ്റ് ജനങ്ങളെ. ഇവിടെ നമ്മൾ ഇടത്തരക്കാര് എന്ന് പറഞ്ഞപ്പോഴേ 2-3 ദിവസമായി പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മി ദേവി ഇടത്തരക്കാരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പോഴേ തന്നെ നമുക്ക് മനസ്സിലായി ഇൻകം ടാക്സിൽ വ്യത്യാസം വരാൻ പോകാമെന്ന്. വളരെ കൃത്യമായി ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ എക്കണോമിക് സർവേ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇടത്തരം വരുമാനക്കാരെ സംബന്ധിച്ചോളം അവരുടെ ക്രയശേഷി, വാങ്ങൽ ശേഷി കുറയുന്നു. അത് മാർക്കറ്റിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന, മാർക്കറ്റിൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നു. മറക്കണ്ട, വേറൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യസാധന വില, ഭക്ഷ്യോൽപ്പന്ന വില 8.3% ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ 12 ലക്ഷമായി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇവിടെ ഇപ്പം നമ്മൾ കണ്ട കണക്ക് MP-മാർ ചെയ്തതുപോലെ കൈയടിച്ചത് പാസ്സാക്കും. പക്ഷെ മറക്കണ്ടാത്ത ഒരു കാര്യം, ഇവിടെ ബഡ്ജറ്റിൽ 2 റെഷീമുണ്ട്. ഒന്ന് പഴയത്, ഒന്ന് പുതിയത്. ഇപ്പം നമ്മൾ ഏതാണ്ട് പുതിയതിലേക്ക് മാത്രമായി പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇൻകം ടാക്സിനെ സംബന്ധിച്ചോളം പരിഷ്കരിച്ച ഒരു ബില്ല് വരുന്നുണ്ട്, ഈ ആഴ്ച തന്നെ അവതരിപ്പിക്കും പറയും. അത് വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ന്യൂ റെഷീം മാത്രം വരുന്ന ഒരു സ്ഥിതിയിലാണ്. എന്താണ് ന്യൂ റെഷീമിൻ്റെ ഈ 12 ലക്ഷം ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, നമ്മൾ ശമ്പളം കൂടുന്നു, അതനുസരിച്ച് എല്ലാ വർഷവും സാധാരണഗതിയിൽ ഇത് കൂട്ടും. അവിടെ അല്ല കാര്യം. പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം, LIC പ്രീമിയം, വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീ കൊടുക്കുന്നതിനകത്തുള്ളത് മക്കളുടെ, അതേപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, അതേപോലെ